എല്ലാവർക്കും നമസ്കാരം. അക്കാഡമി ഓഫ് ഇംഗ്ലീഷിന്റെ മറ്റൊരു വീഡിയോ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ഇറേ ഓഫ് വൺ പാർട്ടി ഡോമിനൻസ് എന്ന യൂണിറ്റ് ആയിരുന്നു. അതായത് ഏകകക്ഷി മേധാവിത്വം ഇന്ത്യയിൽ. അതായത് ഒരു ഏകകക്ഷി മേധാവിത്വത്തിന്റെ കാലഘട്ടത്തെ കുറിച്ച് പഠിക്കുന്ന ഒരു മനോഹരമായ യൂണിറ്റ് ആയിരുന്നു ഇറേ ഓഫ് വൺ പാർട്ടി ഡോമിനൻസ് എന്നത്. ആദ്യ യൂണിറ്റിൽ നിന്നും വളരെ വ്യത്യസ്തമായ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ നീണ്ടകാലത്തെ ഡോമിനൻസ് എങ്ങനെയായിരുന്നു എന്നതാണ് നമുക്ക് ഈ യൂണിറ്റിൽ പഠിക്കുവാനുള്ളത്. നമുക്കറിയാം, സ്വാതന്ത്ര്യത്തിന് ശേഷം നമ്മുടെ ഇന്ത്യ സ്വീകരിച്ച ഒരു പൊളിറ്റിക്കൽ സിസ്റ്റം എങ്ങനെയെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ യൂണിറ്റിൽ പഠിക്കുന്നത് വൺ പാർട്ടി ഡോമിനൻസ്, ഏകകക്ഷി മേധാവിത്വം. ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ നമുക്കറിയാം, അതിൽ നിർണായകമായ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. 1885 രൂപം കൊണ്ട ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രാഷ്ട്രീയ ചരിത്രത്തിന്റെ ഫലമായി നീണ്ട സമര കാലഘട്ടത്തിലൂടെ 1947 നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ച കാര്യങ്ങളെക്കുറിച്ചൊക്കെ വളരെ വിദഗ്ധമായി, വളരെ വിശദമായി നമ്മൾ മറ്റു ക്ലാസ്സുകളിൽ പഠിച്ചതാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഈ ചാപ്റ്ററിൽ നമുക്ക് വളരെ കൃത്യമായി പഠിക്കേണ്ടത് എന്തെന്ന് ചോദിച്ചാൽ അത് എന്താകുന്നു? വൺ പാർട്ടി ഡോമിനൻസ്, അതായത് ഏകകക്ഷി മേധാവിത്വം. എന്താകുന്നു? ഏകകക്ഷി മേധാവിത്വമാണ് നമ്മൾ പഠിക്കുന്നത്. നമുക്കറിയാം, ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ വളരെ മുൻപുള്ള കാലഘട്ടം മുതലേ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് വളരെയേറെ സ്വാധീനമുണ്ടായിരുന്നു. ആ സ്വാധീനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നു കാണുന്ന രൂപത്തിലേക്ക് നമ്മുടെ ഇന്ത്യയെ രൂപപ്പെടുത്തുവാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരുപാട് പ്രവർത്തനങ്ങൾ ആ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയിൽ നിന്നും ഉണ്ടായിട്ടുണ്ട് ഇല്ലെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. അതുകൊണ്ട് 3 പ്രധാനപ്പെട്ട കാലഘട്ടങ്ങൾ, അതാണ് 3 പ്രധാനപ്പെട്ട കാലഘട്ടങ്ങൾ. 1952, 57, 62. അതായത് 3 പ്രധാനപ്പെട്ട ജനറൽ ഇലക്ഷൻസ്. ഫസ്റ്റ് ജനറൽ ഇലക്ഷൻ ഇൻ ഇന്ത്യ എന്ന കാര്യം ഓർത്തിരിക്കുമ്പോൾ നമുക്ക് ഓർമ്മയിലേക്ക് വരുന്നത് 1951-52 കാലഘട്ടമാണ്. ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലം, അതിന്റെ റിസൾട്ട് പറയുകയാണ്. 1951-52 കാലഘട്ടത്തിലെ തെരഞ്ഞെടുപ്പ് ഫലം പരിശോധിക്കുകയാണെങ്കിൽ 489 സീറ്റുകളിൽ നിന്നും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കരസ്ഥമാക്കിയ സീറ്റുകളുടെ എണ്ണം പരിശോധിച്ചാൽ അത് എത്രയാണ്? 364 സീറ്റുകളാണ്. എത്രയാണ്? 364 സീറ്റുകൾ. അപ്പോൾ ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലം 1952 എന്ന വർഷമാണെങ്കിൽ അതിൽ 489 സീറ്റുകൾ ടോട്ടൽ ഉണ്ടായിരുന്നു. 1952 തെരഞ്ഞെടുപ്പിലെ 489 ടോട്ടൽ സീറ്റിൽ നിന്നും 364 സീറ്റുകളാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കരസ്ഥമാക്കിയത്. രണ്ടാമത്തെ പൊതു തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലം, അല്ലെങ്കിൽ രണ്ടാമത്തെ പൊതു തെരഞ്ഞെടുപ്പ് നടന്ന കാലഘട്ടം പരിശോധിക്കുകയാണെങ്കിൽ ഓർത്തിരിക്കേണ്ടതാണ്, 5 വർഷം കൂടുമ്പോഴാണ് പൊതു തെരഞ്ഞെടുപ്പുകൾ ഇന്ത്യയിൽ നടക്കാറുള്ളത്. നെക്സ്റ്റ് ഇയർ എന്നത് 1957 ഇതേ സീറ്റുകൾ, ടോട്ടൽ ലോക്സഭാ സീറ്റുകൾ പരിശോധിച്ചാൽ 494 സീറ്റുകളുടെ എണ്ണത്തിൽ ചെറിയ വ്യത്യാസമുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ചാണ്, ജനസംഖ്യയ്ക്ക് ആനുപാതികമായിട്ടാണ് കോൺസ്റ്റിറ്റ്യുവൻസീസ്, മണ്ഡലങ്ങളുടെ തരംതിരിവുണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ 494 സീറ്റുകളിലേക്കാണ്
രണ്ടാമത്തെ പൊതു തെരഞ്ഞെടുപ്പ് ഇന്ത്യ അഭിമുഖീകരിച്ചപ്പോൾ ഉണ്ടായത്. അതിൽ 371 സീറ്റുകൾ കരസ്ഥമാക്കി. എത്രയാണ്? 371 സീറ്റുകളാണ് കരസ്ഥമാക്കിയത്. ആര്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. 371 സീറ്റുകൾ. നമുക്കറിയാം 364 സീറ്റുകളിൽ നിന്നും ആദ്യ തെരഞ്ഞെടുപ്പിൽ 364 ആണെങ്കിൽ രണ്ടാമത്തെ പൊതു തെരഞ്ഞെടുപ്പിൽ അത് എത്രയാണ്? 371 സീറ്റാണ്. വളരെ കൃത്യമായി ഓർത്തിരിക്കേണ്ടതാണ്. അടുത്തത് മൂന്നാം പൊതു തെരഞ്ഞെടുപ്പ്. മൂന്നാം പൊതു തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലം പരിശോധിക്കുമ്പോൾ നമുക്കറിയാം അടുത്ത വർഷം എന്നത് 1962 ആകുന്നു. ഇതാണ് 1962. 1962 പൊതു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഇതേ സീറ്റുകൾ എത്രയാണ്? 494 സീറ്റുകൾ. ആ 494 സീറ്റുകളിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കരസ്ഥമാക്കിയ സീറ്റുകളുടെ എണ്ണം പരിശോധിക്കുകയാണെങ്കിൽ അത് 361 സീറ്റുകളാണ്. നമുക്കറിയാം രണ്ടാം പൊതു തെരഞ്ഞെടുപ്പിൽ നിന്നും മൂന്നാം പൊതു തെരഞ്ഞെടുപ്പിലേക്ക് ഇന്ത്യ കടന്നപ്പോൾ 10 സീറ്റുകളുടെ തുച്ഛമായ സീറ്റുകളുടെ എണ്ണം മൂന്നാം തെരഞ്ഞെടുപ്പിൽ കുറവ് സംഭവിച്ചു. എങ്കിലും ഈ 3 പൊതു തെരഞ്ഞെടുപ്പുകൾ ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ കോൺഗ്രസിന് മേധാവിത്വ കാലഘട്ടം കൊടുത്തവയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഓർത്തിരിക്കാം, കോൺഗ്രസ് ഡോമിനൻസ് ഇൻ ദി ഫസ്റ്റ് 3 ജനറൽ ഇലക്ഷൻസ്. ആദ്യ 3 പൊതു തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പാർട്ടിക്ക് വളരെ കൃത്യമായ ഒരു മേധാവിത്വം ഉണ്ടായിരുന്നു. എന്താണ്? വളരെ കൃത്യമായ ഒരു മേധാവിത്വം ഉണ്ടായിരുന്ന കാലഘട്ടമായിരുന്നു ആ 3 പൊതു തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലം എന്ന് പറയപ്പെടുന്നത്. 1952, 1957, 1962 3 പൊതു തെരഞ്ഞെടുപ്പുകൾ നടന്ന കാലഘട്ടം ഓർത്തിരിക്കേണ്ടതാണ്. 52, 57, 62. 57 ഇന്ത്യയിലെ പൊതു സീറ്റുകളുടെ എണ്ണം പരിശോധിക്കുമ്പോൾ അത് 489. കോൺഗ്രസ് കരസ്ഥമാക്കിയ സീറ്റുകൾ 364. രണ്ടാം പൊതു തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലം 1957. പൊതു സീറ്റുകളുടെ എണ്ണം പരിശോധിക്കുകയാണെങ്കിൽ അത് എത്രയാണ്? 494. അതേപോലെ തന്നെ കോൺഗ്രസ് കരസ്ഥമാക്കിയ സീറ്റുകളുടെ എണ്ണം പരിശോധിക്കുകയാണെങ്കിൽ അത് 371. മൂന്നാം പൊതു തെരഞ്ഞെടുപ്പിന്റെ കാലഘട്ടം പരിശോധിക്കുകയാണെങ്കിൽ അത് 1962. ടോട്ടൽ സീറ്റുകളുടെ എണ്ണം 494 സീറ്റുകൾ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കരസ്ഥമാക്കിയ സീറ്റുകളുടെ എണ്ണം പരിശോധിക്കുകയാണെങ്കിൽ അത് 361. ഇതാണ് 3 പൊതു തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലവും അതിന്റെ ഫലങ്ങളും എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഓർത്തിരിക്കേണ്ടത്, നമ്മൾ ഈ 3 തെരഞ്ഞെടുപ്പുകളെ കുറിച്ചും പറഞ്ഞപ്പോൾ ആ 3 പൊതു തെരഞ്ഞെടുപ്പിന്റെയും ഒരു ഏകകക്ഷിയായി നിലയുറപ്പിക്കുവാൻ കഴിഞ്ഞ പൊളിറ്റിക്കൽ പാർട്ടി ഏതെന്ന് ചോദിച്ചാൽ നമുക്ക് ഒരു ഉത്തരമേ ഉള്ളൂ. അതേതാകുന്നു? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മാത്രമാണ്. എന്തുകൊണ്ടായിരിക്കും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഈ മേധാവിത്വം നേടിയെടുക്കാനുണ്ടായ സാഹചര്യം? അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ആ ആദ്യ പോയിന്റിലേക്ക് നമുക്കൊന്ന് കടക്കാം. The Congress having inherited the legacy of the nation movement had spread to nook and corner of the country. നമുക്കറിയാം എന്തുകൊണ്ടായിരിക്കാം. അതായത് കോൺഗ്രസ് പാർട്ടിക്ക് ഉണ്ടായിരുന്ന പാരമ്പര്യം, അതേപോലെ തന്നെ പാരമ്പര്യത്തിനോടൊപ്പം സൂക്ഷിക്കേണ്ട വാക്കാണ് എന്ത്? പൈതൃകം. അത് എവിടെയാണ്? ദേശീയ പ്രസ്ഥാനത്തിൽ. നമുക്കറിയാം സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ജനങ്ങളെ നയിക്കുവാനും വിവിധങ്ങളായ സമരങ്ങളിൽ നേതൃത്വം വഹിക്കുവാനും ഒക്കെ കഴിഞ്ഞ ഒരേ ഒരു പൊളിറ്റിക്കൽ പാർട്ടി അക്കാലത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മാത്രമായിരുന്നു. പിന്നീട് ഒരുപാട് പൊളിറ്റിക്കൽ പാർട്ടികൾ കടന്നു വന്നിട്ടുണ്ടെങ്കിലും അതിനേക്കാൾ മികച്ച രീതിയിലുള്ള ഒരു ലീഡർഷിപ്പ് നൽകുവാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ഏത് മുക്കിലും മൂലയിലും സംഘടനാ പ്രവർത്തനം നടപ്പിലാക്കാൻ, ആ നടപ്പിലാക്കുന്ന സമരങ്ങളെ ലോകത്തിന്റെ വിവിധ മേഖലകളിലേക്ക്, നമുക്കറിയാം ഇന്ത്യയിലെ സമരങ്ങൾ ലോകത്തിന്റെ വിവിധ മേഖലകളിലേക്ക് എത്തപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം പ്രചോദനം ഉൾക്കൊണ്ട് മറ്റു പല ഏഷ്യൻ രാജ്യങ്ങളിലേക്ക് വരെ എത്തപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലുണ്ടായ ഈ സമരം
പ്രധാനപ്പെട്ട മേഖലകൾ, അത് ഗ്രാമീണ മേഖലകൾ വരെ എത്തപ്പെട്ടിട്ടുണ്ട്. അവിടെയുള്ളത് ഇന്ത്യയുടെ വിവിധങ്ങളായ മേഖലകളിൽ എത്തിക്കുവാൻ കോൺഗ്രസിനുണ്ടായിരുന്ന പാരമ്പര്യവും പൈതൃകവും ഏറ്റവും മികച്ച രീതിയിൽ സഹായകമായിട്ടുണ്ട്. ഓർത്തിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. മറ്റൊന്ന് എന്താണ്? നെറ്റ്വർക്ക്. വെറും നെറ്റ്വർക്ക് അല്ല, ഓർഗനൈസേഷൻ നെറ്റ്വർക്ക്. അതായത് സംഘടനാ രീതിയിലുള്ള ഒരു പ്രവർത്തനം. ആ സംഘടനാ രീതി എന്ന് പറയുന്നത് എങ്ങനെയാണ്? പ്രാദേശിക തലം മുതൽ അത് ദേശീയ തലം വരെ വ്യാപിച്ചു കിടക്കുന്ന ഒരു നെറ്റ്വർക്ക് ആയിരുന്നു. അതുകൊണ്ട് തന്നെ രാജ്യവ്യാപകമായ, രാജ്യത്തിന്റെ എല്ലാ മേഖലകളിലും എത്തിക്കാൻ ശേഷിയുള്ള ഒരു സംഘടനാ ശക്തി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് അക്കാലത്തുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് 3 പ്രധാനപ്പെട്ട ഇലക്ഷൻസിൽ വളരെ മികച്ച രീതിയിലുള്ള ഒരു ഡോമിനൻസ്, മേധാവിത്വം കാത്തു സൂക്ഷിക്കാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് കഴിഞ്ഞത്. ഇനി നമുക്ക് മറ്റൊരു പോയിന്റിലേക്ക് പോകാം. അതായത് നെഹ്റുവിനെ പോലെ, അതേപോലെ തന്നെ ഗാന്ധിജിയെ പോലെ, പേരുകൾ പറയാനാണെങ്കിൽ അങ്ങനെയുള്ള ഒരുപാട് നേതാക്കന്മാരുടെ പ്രവർത്തന പാരമ്പര്യമുള്ള ഒരു പൊളിറ്റിക്കൽ പാർട്ടി കൂടിയായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഏറ്റവും മികച്ച രീതിയിൽ ജനങ്ങളെ നയിക്കാൻ ശേഷിയുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് അന്ന് മാറാൻ കഴിഞ്ഞു എന്നത് ഏറ്റവും വലിയ ഒരു പ്രത്യേകതയായിരുന്നു. അതേപോലെ തന്നെ ഓർത്തിരിക്കേണ്ടതാണ് ബ്രിട്ടീഷ് പോരാട്ടത്തിനെതിരെ, അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർ നയിച്ച പോരാട്ടങ്ങൾ ഇന്ത്യയിൽ, അങ്ങനെ നയിച്ച ഒരുപാട് പോരാട്ടങ്ങൾ, ആ സംവിധാനങ്ങളെ ആ സമരങ്ങളെ അതിശക്തമായി തിരിച്ചടിക്കാൻ ശേഷിയുള്ള, തിരിച്ചടിക്കാൻ വളരെ പ്രബലമായ ഒരു സംഘടന എന്ന് ചോദിച്ചാൽ അക്കാലത്ത് പറയാനുണ്ടായിരുന്ന പേര് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നതായിരുന്നു. അതുകൊണ്ടും ഈ ഒരു 3 പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പുകളിൽ ഇന്ത്യയിൽ വൺ പാർട്ടി ഡോമിനൻസ് എന്നത് നിലനിർത്താൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് കഴിഞ്ഞു എന്നത് ഈ പറഞ്ഞ പോയിന്റുകളിലൂടെയാണ് നമ്മൾ ഓർത്തിരിക്കേണ്ടത്. ഓർമ്മയുണ്ടല്ലോ, 3 പ്രധാനപ്പെട്ട പോയിന്റുകൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതിന് മുമ്പ് പറഞ്ഞ ഒരു പോയിന്റ്, അങ്ങനെ 4 പോയിന്റുകളാണ് ഓർത്തിരിക്കേണ്ടത്. എന്നാൽ ചില പ്രത്യേകതകളുണ്ട്, ചെറിയ ചെറിയ പ്രത്യേകതകൾ. അതായത് എല്ലാ നിയമസഭയിലും വിജയം കരസ്ഥമാക്കാനും കഴിഞ്ഞിട്ടുണ്ട്. കാരണം പ്രാദേശിക തലത്തിലും ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ അക്കാലഘട്ടത്തിൽ കരസ്ഥമാക്കിയ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ജനപിന്തുണയായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംസ്ഥാന നിയമനിർമ്മാണ സഭകളിലേക്കും വളരെ മികച്ച രീതിയിൽ വിജയം കൈവരിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ അക്കാലഘട്ടത്തിൽ തന്നെ സംസ്ഥാന നിയമനിർമ്മാണ സഭകളിലേക്ക് നടന്ന ഇലക്ഷൻ സംസ്ഥാന നിയമനിർമ്മാണ സഭയിലെ മിക്ക സീറ്റുകളും കരസ്ഥമാക്കാൻ ആർക്ക് കഴിഞ്ഞു? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് കഴിഞ്ഞു. എന്നാൽ ചെറിയ ചില സംസ്ഥാനങ്ങളിൽ അധികാരം പിടിച്ചെടുക്കാൻ കഴിയാതെ പോയതുമുണ്ട്. തിരുക്കൊച്ചിയും ഒറീസയും അതേപോലെ തന്നെ മദ്രാസും ഒഴികെയുള്ള പ്രദേശങ്ങളായിരുന്നു അവർക്ക് കരസ്ഥമാക്കാൻ കഴിഞ്ഞത്. നമുക്കറിയാം, തിരുക്കൊച്ചി പിന്നീട് മലബാർ കൂടി കൂട്ടിച്ചേർത്തപ്പോൾ പിന്നീട് 1956 കേരളം എന്ന സംസ്ഥാനമായി രൂപീകരിക്കപ്പെട്ടു. അപ്പൊ തിരുക്കൊച്ചി സംസ്ഥാനം, അതേപോലെ ഒറീസ, മദ്രാസ് എന്നീ സംസ്ഥാനങ്ങളിലെ ഭരണം പിടിക്കുവാൻ, അല്ലെങ്കിൽ സംസ്ഥാന നിയമനിർമ്മാണ സഭകളിലേക്ക് അധികാരം പിടിച്ചെടുക്കാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് കഴിയാതെ പോയി. അതുകൊണ്ട് തന്നെ ഓർത്തിരിക്കേണ്ടതാണ്, തിരുക്കൊച്ചി, ഒറീസ, അതേപോലെ തന്നെ എന്ന് പറയുന്നത് മദ്രാസ് എന്നീ മേഖലകളിലേക്ക് സംസ്ഥാന നിയമനിർമ്മാണ സഭകളുടെ അധികാരം വീണ്ടെടുക്കാൻ, അല്ലെങ്കിൽ പിടിച്ചെടുക്കാൻ കഴിയാതെ പോയ മേഖലകൾ കൂടിയാണ്. അതേപോലെ ഓർത്തിരിക്കുകയാണ് ജമ്മു ആൻഡ് കാശ്മീർ. ജമ്മു കാശ്മീർ മേഖലകളിലും അന്ന് പ്രാദേശിക സഖ്യത്തോടൊപ്പം പോലും ഭരണം നിലനിർത്താൻ കഴിയാതെ ആർക്ക് പോയി? അതായത് INCക്ക് കഴിയാതെ പോയി. അപ്പോൾ അതുകൂടി ഓർത്തു വെച്ചോണം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് വൺ പാർട്ടി ഡോമിനൻസ് എന്ന പേര് കേൾക്കുമ്പോൾ ഓർത്തിരിക്കേണ്ടതാണ് കോൺഗ്രസ് ഡോമിനൻസ് ഇൻ ദി ഫസ്റ്റ് 3 ജനറൽ ഇലക്ഷൻ. ആദ്യ 3 പൊതു തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പാർട്ടിക്ക് ഉണ്ടായിരുന്ന മേധാവിത്വത്തെ കുറിച്ചാണ് പറഞ്ഞത്. ആദ്യ 3 പൊതു തെരഞ്ഞെടുപ്പ് എന്ന് ഓർക്കുമ്പോൾ ഓർത്തിരിക്കേണ്ട പേരുകൾ 1952, 1957, 1962, 52, 57, 62. ഈ 3 തെരഞ്ഞെടുപ്പുകളിലൂടെ
ഏറ്റവും മികച്ച സീറ്റുകൾ കരസ്ഥമാക്കാൻ കഴിഞ്ഞ ദേശീയ പ്രസ്ഥാനമായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നത്. നമുക്കറിയാം, നമ്മളിടയ്ക്ക് പറഞ്ഞു സംസ്ഥാന നിയമനിർമ്മാണ സഭകളെ കുറിച്ച് പറഞ്ഞപ്പോൾ ഓർത്തിരുന്ന പേരായിരുന്നു എന്ത് എന്ന് പറയുന്നത്? തിരുക്കൊച്ചി എന്നത്. തിരുക്കൊച്ചി പിന്നീട് എന്തായിട്ട് മാറി? കേരളം എന്ന സംസ്ഥാനമായി മാറ്റപ്പെട്ടു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ നിയമനിർമ്മാണ സഭകളിലേക്ക് മാത്രം കുറച്ച്, അതായത് വിരലിൽ എണ്ണിയെടുക്കാൻ പറ്റുന്ന സംസ്ഥാന നിയമനിർമ്മാണ സഭകൾ മാത്രമേ ആർക്ക് നഷ്ടമായുള്ളൂ? കോൺഗ്രസിന് നഷ്ടമായിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കി എല്ലാ സംസ്ഥാന നിയമനിർമ്മാണ സഭകളും അവിടുത്തെ ഭരണവും പിടിച്ചെടുക്കാൻ അല്ലെങ്കിൽ ഭരണത്തിലേക്ക് എത്തിച്ചേരുവാൻ ഏറ്റവും മികച്ച ഒരു പ്രത്യേകതയായി ഈ പറഞ്ഞ പോയിന്റുകളിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ പോയിന്റുകൾ വളരെ കൃത്യമായി എഴുതി പഠിക്കണം, ഇയറുകൾ ഓർത്തു വെച്ചോണം. ഒന്നുകൂടി പറയുകയാണ്, 1952, 1957, 1962 3 പ്രധാനപ്പെട്ട വർഷങ്ങളാണ്. സീറ്റുകൾ ഓർമ്മയുണ്ട്, ടോട്ടൽ സീറ്റ്. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ പഠിച്ചത് 3 പൊതു തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് പാർട്ടിക്കുണ്ടായിരുന്ന മേധാവിത്വത്തെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. അപ്പോൾ ഇതിന്റെ ബാലൻസ്, ഇനി മറ്റ് തെരഞ്ഞെടുപ്പുകളുടെ പശ്ചാത്തലം എങ്ങനെയെന്ന് നമ്മൾ അടുത്ത ക്ലാസ്സിൽ വിശദമായി പഠിക്കുന്നതായിരിക്കും. അപ്പം